എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ്പേട്ടയിൽ അറിവിൻ്റെ പാലാഴി അറിഞ്ഞിരിക്കാൻ എളുപ്പവഴി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിനു മുമ്പും ഞാൻ 2-3 അറിവിൻ്റെ പാലാഴി എന്നുള്ള സബ്ജക്റ്റ് വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ചാനലും ഇഷ്ടപ്പെട്ടാൽ, അതായത് ഇതും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരു അറിവ് ലഭിക്കുന്ന ഒന്നാണ്. സാധാരണയായി ഒരു വർഷത്തിൽ 12 മാസമാണെന്ന് എല്ലാവർക്കും അറിയാം, ഇല്ലേ? ഈ 12 മാസം ഏതൊക്കെയാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ 12 മാസത്തിൽ ഏതെല്ലാം മാസങ്ങളിൽ 30 ദിവസവും ഏതെല്ലാം മാസങ്ങളിൽ 31 ദിവസമുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ആർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നമുക്കുള്ളൊരു ഈ എല്ലാ മാസങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഗീതത്തിലൂടെ അതിനെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ 30 days of September, April, June and November. February has 28 alone, all the rest have 31. 30 days of September, April, June and November. അത് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ ഈ 4 മാസങ്ങളിൽ 30 ദിവസവും ബാക്കിയുള്ള 7 മാസങ്ങളിൽ 31 ദിവസവുമാണ്. അതിൽ ഫെബ്രുവരിക്ക് മാത്രം 28 ദിവസം വരും. പക്ഷേ ഈ ഫെബ്രുവരി ലീപ്പ് ഇയറിൽ വരുമ്പോൾ, ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 4 വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ്. ആ ലീപ്പ് ഇയർ വർഷത്തിൽ 29 ദിവസം കാണും. അപ്പോൾ ആ വർഷം 366 ദിവസവും ബാക്കിയുള്ള എല്ലാ വർഷവും 365 ദിവസവുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് ഓർമ്മിക്കാനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം. 30 days of September, April, June and November. February has 28 alone, all the rest have 31. അപ്പോൾ ഈ ഒരു വരി പഠിച്ചു വയ്ക്കുക, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആദ്യത്തെ 4 മാസം സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ ഈ 4 മാസം 30 ദിവസവും ബാക്കിയുള്ള 7 മാസങ്ങൾ 31 ദിവസമായിരിക്കുമെന്ന് ഓർമ്മിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നന്ദി, നമസ്കാരം.